വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം. ഇസ്രായേലിയർ ജോർദാൻ കടക്കുന്നതുവരെ അതിന്റെ ജലം കർത്താവ് അവരെ പ്രതി വറ്റിച്ചതായി ജോർദാനു മറുകരെ പടിഞ്ഞാറുള്ള എല്ലാ അമോറി രാജാക്കന്മാരും സമുദ്രത്തോട് ചേർന്നുള്ള എല്ലാ കാനാൻ രാജാക്കന്മാരും കേട്ടപ്പോൾ അവരുടെ മനസ്സിടിഞ്ഞു. ഇസ്രായേലിയർ മൂലം പിന്നീട് അവരിൽ ധൈര്യമുണ്ടായില്ല. അക്കാലത്ത് കർത്താവ് ജോഷായോട് അരുൾ ചെയ്തു, നീ നിനക്കായി കൽക്കത്തികൾ ഉണ്ടാക്കി വീണ്ടും 2-ാം പ്രാവശ്യം ഇസ്രായേൽ പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യുക. ജോഷ തനിക്കായി കൽക്കത്തികൾ ഉണ്ടാക്കി ഇസ്രായേൽ പുത്രന്മാരെ ഗിബയത്ത് ഹറാലോത്തിൽ പരിച്ഛേദനം ചെയ്തു. ജോഷ പരിച്ഛേദനം ചെയ്തതിന്റെ കാര്യം ഇതാണ്: ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട പുരുഷന്മാരായ സകല യോദ്ധാക്കളും ഉൾപ്പെടുന്ന ജനമെല്ലാം ഈജിപ്തിൽ നിന്നുള്ള അവരുടെ പുറപ്പാട് വേളയിൽ വഴിക്ക് മരുഭൂമിയിൽ വച്ച് മരിച്ചുപോയിരുന്നു. പുറപ്പെട്ട ജനമെല്ലാം പരിച്ഛേദിതരായിരുന്നെങ്കിലും ഈജിപ്തിൽ നിന്നുള്ള അവരുടെ പുറപ്പാട് വേളയിൽ വഴിക്ക് മരുഭൂമിയിൽ വച്ച് ജനിച്ച ജനമൊന്നും പരിച്ഛേദിതരായിരുന്നില്ല. കാരണം കർത്താവ് നമുക്ക് നൽകുന്നതിന് ഇസ്രായേലരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത നാട്, പാലും തേനും ഒഴുകുന്ന നാട് കാണിക്കുകയില്ലെന്ന് കർത്താവ് ആരോട് ശപഥം ചെയ്തുവോ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കർത്തൃസ്വരം അനുസരിക്കാത്ത യോദ്ധാക്കളായ ആ ജനസഞ്ചയം മുഴുവൻ തീരുന്നതുവരെ 40 സംവത്സരം അവർ മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. അവരുടെ സ്ഥാനത്ത് അവിടുന്ന് ഉയർത്തിയ അവരുടെ മക്കളെയാണ് ജോഷ പരിച്ഛേദന വിധേയരാക്കിയത്. കാരണം വഴിക്ക് അവരെ അവർ പരിച്ഛേദനം ചെയ്തിരുന്നില്ല. ജനസഞ്ചയത്തെയെല്ലാം പരിച്ഛേദനം ചെയ്യുന്നത് അവർ പൂർത്തിയാക്കിയപ്പോൾ അവർ സുഖപ്പെടുന്നതുവരെ അവരെ കരുതി അവർ പാളയത്തിൽ തന്നെ താമസിച്ചു. തുടർന്ന് ഈജിപ്തിന്റെ അപകീർത്തി നിങ്ങളിൽ നിന്ന് ഞാൻ ഇന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് ജോഷായോട് അരുൾ ചെയ്തു. അതിനാലാണ് ആ സ്ഥലത്തിന്റെ പേര് ഗിൽഗാൽ എന്ന് ഇന്ന് വരെ വിളിക്കുന്നത്. ഇസ്രായേലിയർ ഗിൽഗാലിൽ പാളയമടിച്ചു. മാസത്തിന്റെ 14-ാം ദിവസം സന്ധ്യയ്ക്ക് അവർ ജെറിക്കോ സമതലങ്ങളിൽ പെസഹ ആചരിച്ചു. പെസഹായുടെ പിറ്റേ ദിവസം അവർ നാടിന്റെ വിളവിൽ നിന്നുള്ള പുളിപ്പില്ലാത്ത അപ്പവും ആ ദിവസം തന്നെ വറുത്ത ധാന്യവും ഭക്ഷിച്ചു. അവർ നാടിന്റെ വിളവിൽ നിന്ന് ഭക്ഷിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ മന്ന നിലച്ചു. ഇസ്രായേലിയർക്ക് പിന്നെ മന്ന ഉണ്ടായിരുന്നില്ല. അവർ ആ വർഷം കാനാൻ ദേശത്തിന്റെ വിഭവത്തിൽ നിന്ന് ഭക്ഷിച്ചു. ജോഷ ജെറീക്കോയിലായിരുന്നപ്പോൾ കണ്ണുകൾ ഉയർത്തി. അപ്പോൾ അവൻ കണ്ടു, ഇതാ തനിക്കെതിരെ ഒരാൾ നിൽക്കുന്നു. അവന്റെ കയ്യിൽ ഊരിയ വാളുണ്ടായിരുന്നു. ജോഷ അവന്റെ അടുത്ത് ചെന്ന് അവനോട് ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷത്തോ ഞങ്ങളുടെ എതിരാളികളുടെ പക്ഷത്തോ? അവൻ പറഞ്ഞു, അല്ല, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കർത്താവിന്റെ സൈന്യാധിപനായി തന്നെയാണ്. അപ്പോൾ ജോഷ നിലത്തേക്ക് മുഖം കുനിച്ച് ആരാധിച്ചു. അവൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ നാഥൻ അങ്ങയുടെ ദാസനോട് പറയുന്നത് എന്താണ്? കർത്താവിന്റെ സൈന്യാധിപൻ ജോഷയോട് അരുൾ ചെയ്തു, നിന്റെ പാദങ്ങളിൽ നിന്ന് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തെന്നാൽ നീ നിൽക്കുന്ന ഇടം വിശുദ്ധ സ്ഥലമാണ്. ജോഷ അപ്രകാരം ചെയ്തു. ജോഷായുടെ പുസ്തകം 6-ാം അധ്യായം. ഇസ്രായേലിനെ പ്രതി ജെറീക്കോ അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോയില്ല, ആരും പ്രവേശിച്ചതുമില്ല. കർത്താവ് ജോഷായോട് അരുൾ ചെയ്തു, നോക്കൂ, ഞാൻ ജെറീക്കോയെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. നിങ്ങൾ യോദ്ധാക്കളെല്ലാവരും പട്ടണം വളഞ്ഞ് ഒരു തവണ പട്ടണം വലയം വയ്ക്കണം. അപ്രകാരം 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പിന്റെ 7 കാഹളങ്ങൾ പേടകത്തിനു മുമ്പിൽ വഹിക്കണം. 7-ാം ദിവസം നിങ്ങൾ 7 പ്രാവശ്യം പട്ടണം ചുറ്റണം. പുരോഹിതന്മാർ കാഹളങ്ങൾ മുഴക്കുകയും വേണം. മുട്ടാടിന്റെ കൊമ്പ് ഊതുമ്പോൾ കാഹളനാദം നിങ്ങൾ കേൾക്കുമ്പോൾ ജനമെല്ലാം വലിയ അട്ടഹാസം മുഴക്കണം. അപ്പോൾ പട്ടണം അതിൽ തൽസ്ഥാനത്ത് നിപതിക്കും.
ജനം ഒന്നിച്ച് നേരെ ഇരച്ചു കയറണം. നൂനിന്റെ മകനായ ജോഷ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഉടമ്പടി പേടകം സംവഹിക്കുവിൻ. 7 പുരോഹിതന്മാർ കർത്താവിന്റെ പേടകത്തിന്റെ മുൻപിൽ ആട്ടിൻകൊമ്പിന്റെ 7 കാഹളങ്ങൾ വഹിക്കട്ടെ. അവൻ ജനത്തോട് പറഞ്ഞു, പട്ടണം വലം വെച്ച് മുന്നേറുവിൻ. സജ്ജരായ ഗണം കർത്താവിന്റെ പേടകത്തിനു മുമ്പിൽ മുന്നേറട്ടെ. ജോഷ ജനത്തോട് അത് പറഞ്ഞുകൊണ്ടിരിക്കെ കർത്തൃസന്നിധിയിൽ ആട്ടിൻകൊമ്പിന്റെ കാഹളങ്ങൾ സംവഹിക്കുന്ന 7 പുരോഹിതന്മാർ മുന്നേറി. അവർ കാഹളങ്ങൾ മുഴക്കി. കർത്താവിന്റെ ഉടമ്പടി പേടകം അവർക്ക് പിന്നാലെ സഞ്ചരിച്ചിരുന്നു. കാഹളങ്ങൾ മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുമ്പിലായി സജ്ജരായ ഗണം നടന്നിരുന്നു. കാഹളങ്ങൾ മുഴങ്ങുന്നത് തുടരുമ്പോൾ പേടകത്തിന് പിന്നിലായി പിന്നണി ഗണവും നടന്നിരുന്നു. ജോഷുവ ജനത്തെ ഇപ്രകാരം അനുശാസിച്ചു, നിങ്ങൾ അട്ടഹസിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ദിവസം വരെ നിങ്ങൾ അട്ടഹസിക്കരുത്. നിങ്ങളുടെ സ്വരം കേൾപ്പിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടുകയുമരുത്. പിന്നെ നിങ്ങൾ അട്ടഹസിക്കണം. അങ്ങനെ കർത്താവിന്റെ പേടകം പട്ടണത്തിന് 1-ാം പ്രാവശ്യം പ്രദക്ഷിണമായി വലം വച്ചു. പിന്നെ അവർ അണിയണിയായി വന്ന് പാളയത്തിൽ രാത്രി കഴിച്ചു. രാവിലെ ജോഷ നേരത്തെ ഉണർന്നു. പുരോഹിതന്മാർ കർത്താവിന്റെ പേടകം സംവഹിച്ചു. ആട്ടിൻകൊമ്പിന്റെ 7 കാഹളങ്ങൾ വഹിക്കുന്ന 7 പുരോഹിതന്മാർ കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ പേടകത്തിനു മുൻപേ നടന്നിരുന്നു. അവർക്ക് മുമ്പിലായി സജ്ജരായ ഗണം നടന്നിരുന്നു. കാഹളങ്ങൾ തുടർച്ചയായി മുഴങ്ങുമ്പോൾ കർത്തൃപേടകത്തിന് പിന്നിലായി പിന്നണി ഗണവും നടന്നിരുന്നു. അങ്ങനെ 2-ാം ദിവസവും ഒരു തവണ അവർ പട്ടണത്തിന് വലം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 6 ദിവസം അവർ അപ്രകാരം ചെയ്തു. 7-ാം ദിവസം ഉഷസ്സുയരവേ അവർ നേരത്തെ ഉണർന്ന് നഗരത്തെ 7 തവണ വലം വെച്ചത് ഈ വിധിപ്രകാരമാണ്. അന്നു മാത്രമേ അവർ പട്ടണത്തെ 7 പ്രാവശ്യം പ്രദക്ഷിണം വച്ചുള്ളൂ. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളങ്ങൾ മുഴക്കിയപ്പോൾ ജോഷ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കുവിൻ. തീർച്ചയായും കർത്താവ് പട്ടണം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് ഉന്മൂലനാചാര വിധേയമാക്കണം. വേശ്യയായ റാഹാബ് മാത്രം, അവളും അവളോടൊപ്പം കുടുംബത്തിലുള്ളവരും ജീവിച്ചു കൊള്ളട്ടെ. നമ്മൾ അയച്ച ദൂതന്മാരെ അവളാണല്ലോ ഒളിപ്പിച്ചത്. നിങ്ങൾ നിഷിദ്ധരാകാതിരിക്കാനും നിഷിദ്ധ വസ്തുവിൽ നിന്ന് എടുക്കാതിരിക്കാനും ഇസ്രായേൽ പാളയത്തെ നിഷിദ്ധ വസ്തുവാക്കി കുഴപ്പത്തിലാക്കാതിരിക്കാനും നിഷിദ്ധ വസ്തു സംബന്ധിച്ച് നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മാത്രം. എന്നാൽ വെള്ളി, സ്വർണം എന്നിവ മുഴുവനും പിച്ചള, ഇരുമ്പ് ഉപകരണങ്ങളും കർത്താവിന് വിശുദ്ധ വസ്തുവാണ്. അത് കർത്താവിന്റെ നിധി ശേഖരത്തിലെത്തണം. അവർ കാഹളങ്ങൾ മുഴക്കിയപ്പോൾ ജനം ആർപ്പ് വിളിച്ചു. കാഹള ധ്വനി കേട്ടപ്പോൾ ജനം വലിയ അട്ടഹാസം മുഴക്കി. മതിൽ തറ പറ്റി. ജനം ഒന്നിച്ച് പട്ടണത്തിലേക്ക് നേരെ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു. പട്ടണത്തിലുള്ള സമസ്തവും ആബാലവൃദ്ധം സ്ത്രീ പുരുഷന്മാരെയും ആടുമാടു കഴുതുകളെയും അവർ വാളിന്റെ വായ്ത്തലയാൽ ഉന്മൂലനാചാര വിധേയമാക്കി. ദേശം ഒറ്റുനോക്കിയ 2 ആളുകളോട് ജോഷ പറഞ്ഞു, നിങ്ങൾ ആ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവളോട് ശപഥം ചെയ്തിരുന്നത് പോലെ ആ സ്ത്രീയെയും അവൾക്കുള്ളതൊക്കെയും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവിൻ. ആ യുവചാരന്മാർ പോയി റാഹാബിനെയും അവളുടെ മാതാപിതാക്കന്മാരെയും സഹോദരരെയും അവൾക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ കുടുംബങ്ങളെയെല്ലാം അവർ പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് വെളിയിൽ താമസിപ്പിച്ചു. എന്നിട്ട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി. വെള്ളി, സ്വർണം എന്നിവയും പിച്ചള, ഇരുമ്പ് ഉപകരണങ്ങളും മാത്രം അവർ കർത്തൃഭവനത്തിന്റെ നിധി ശേഖരത്തിൽ നിക്ഷേപിച്ചു. ജെറീക്കോ ഒറ്റുനോക്കുന്നതിന് ജോഷ അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതുകൊണ്ട് വേശ്യയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള എല്ലാവരെയും ജോഷ ജീവിക്കാൻ അനുവദിച്ചു. അവൾ ഇന്നുവരെ ഇസ്രായേൽക്കാർക്കിടയിൽ താമസിക്കുന്നു. അക്കാലത്ത് ജോഷ ഇപ്രകാരം ശപഥം ചെയ്തു, ജെറിക്കോ എന്ന ഈ പട്ടണം മുൻകൈയെടുത്ത് പണിയുന്നവൻ കർത്തൃസമക്ഷം ശബ്ദൻ. അവൻ അതിന്റെ അടിസ്ഥാനമിടുന്നത് തന്റെ ആദ്യജാതനെ കൊണ്ടും അതിന്റെ വാതിലുകൾ ഉറപ്പിക്കുന്നത് അന്ത്യജാതനെ കൊണ്ടുമായിരിക്കും. കർത്താവ് ജോഷായോട് കൂടെ ഉണ്ടായിരുന്നു. നാടാകെ അവനെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. സുഭാഷിതങ്ങൾ 1-ാം അധ്യായം. ദാവീദിന്റെ മകനും
ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ. ജ്ഞാനവും ശിക്ഷണവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ചയുടെ ചൊല്ലുകൾ ഉൾക്കൊള്ളാനും ഭൗതിക ശിക്ഷണമായ നീതി, ന്യായം, പരമാർത്ഥത എന്നിവ സ്വീകരിക്കാനും സരളർക്ക് കൗശലവും യുവാക്കൾക്ക് അറിവും വിവേചന ശക്തിയും പ്രദാനം ചെയ്യാനും വേണ്ടിയുള്ളതാണ് ഇവ. ജ്ഞാനി കേട്ട് വിദ്യ വർദ്ധിപ്പിക്കട്ടെ, ധിഷണശാലി വൈദഗ്ധ്യങ്ങൾ സമ്പാദിക്കട്ടെ. പഴമൊഴി, സരസോക്തി, ജ്ഞാനികളുടെ മൊഴികൾ, അവരുടെ കടങ്കഥകൾ എന്നിവ ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ. കർത്തൃഭയമാണ് അറിവിന്റെ ആരംഭം. വിഡ്ഢികൾ ജ്ഞാനത്തെയും ശിക്ഷണത്തെയും പുച്ഛിക്കുന്നു. എന്റെ മകനെ, നിന്റെ പിതാവിന്റെ ശിക്ഷണം ചെവികൊള്ളുക, നിന്റെ മാതാവിന്റെ അധ്യാപനം നിരസിക്കരുത്. എന്തെന്നാൽ അവ നിന്റെ ശിരസിന് കൃപാലങ്കാരവും കണ്ടത്തിന് പതക്കങ്ങളുമത്രേ. എന്റെ മകനെ, പാപികൾ നിന്നെ പ്രലോഭിപ്പിച്ചാൽ നീ വഴങ്ങരുത്. അവർ പറഞ്ഞേക്കാം, ഞങ്ങളോടൊത്ത് വരിക, രക്തത്തിനു വേണ്ടി നമുക്ക് പതിയിരിക്കാം. കാരണമില്ലെങ്കിലും നിഷ്കളങ്കനു വേണ്ടി നമുക്ക് കെണിയൊരുക്കാം. പാതാളം പോലെ നമുക്ക് അവരെ ജീവനോടെ വിഴുങ്ങാം, ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെ പൂർണ്ണമായും. വിലയേറിയ വിഭവം മുഴുവൻ നമ്മൾ കണ്ടെത്തും, കൊള്ള മുതൽ കൊണ്ട് നമ്മുടെ വീടുകൾ നിറയ്ക്കും. നിന്റെ നറുക്ക് നമുക്കിടയിൽ നീ വീഴ്ത്തണം, നമുക്കെല്ലാവർക്കുമായി ഒരു പണസഞ്ചി ഉണ്ടായിരിക്കട്ടെ. എന്റെ മകനെ, നീ അവരുടെ വഴിയെ കൂടെ നടക്കരുത്. അവരുടെ പാതയിൽ നിന്ന് നിന്റെ കാൽ പിൻവലിക്കുക. അവരുടെ കാലുകൾ തിന്മയ്ക്കാണല്ലോ പായുന്നത്, ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു. ഏതൊരു പക്ഷിയും കാൺകെ വല വിരിക്കുന്നത് വെറുതെയാണല്ലോ. ഇവർ പതിയിരിക്കുന്നത് തങ്ങളുടെ തന്നെ രക്തത്തിനു വേണ്ടിയാണ്, സ്വന്തം ജീവന് തന്നെ അവർ കെണിവയ്ക്കുന്നു. ഇങ്ങനെയാണ് അന്യായമായ നേട്ടം കൊയ്യുന്ന ആരുടെയും മാർഗങ്ങൾ. അവൻ തന്റെ യജമാനന്മാരുടെ ജീവൻ എടുക്കും. ജ്ഞാനം തെരുവിൽ വിളിച്ചറിയിക്കുന്നു, ചത്വരങ്ങളിൽ അവൾ തന്റെ സ്വരം പ്രദാനം ചെയ്യുന്നു. അലറുന്നവരുടെ അഗ്രസ്ഥാനത്ത് അവൾ പ്രഖ്യാപിക്കുന്നു. നഗരത്തിന്റെ തുറന്ന കവാടങ്ങളിൽ അവൾ തന്റെ വാക്കുകൾ പറയുന്നു. സരളരെ, നിങ്ങൾ എത്ര നാൾ സരളത ഇഷ്ടപ്പെടും? എത്ര നാൾ പരിഹാസകർ തങ്ങളുടെ തന്നെ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷർ അറിവിനെ വെറുക്കുകയും ചെയ്യും? എന്റെ ശാസനയ്ക്കായി നിങ്ങൾ തിരിച്ചു വരണം. ഇതാ എന്റെ ചൈതന്യം ഞാൻ നിങ്ങൾക്ക് പകരാം. എന്റെ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ നിരാകരിച്ചു. ഞാൻ കൈ നീട്ടിയിട്ടും ഗൗനിക്കുന്നവൻ ആരുമില്ല. നിങ്ങൾ എന്റെ ഉപദേശം അപ്പാടെ അവഗണിച്ചു, എന്റെ ശാസന അനുസരിച്ചുമില്ല. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ ചിരിക്കും. നിങ്ങൾക്ക് പരിഭ്രാന്തി വരുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. കൊടുങ്കാറ്റ് പോലെ നിങ്ങളുടെ പരിഭ്രാന്തി വരുമ്പോൾ, ചുഴലിക്കാറ്റുപോലെ നിങ്ങളുടെ അനർത്ഥം വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ തന്നെ. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരമരുളുകയില്ല. അവർ എന്നെ തേടി തുടങ്ങും, എന്നാൽ കണ്ടെത്തുകയില്ല. അവർ അറിവിനെ വെറുക്കുകയും കർത്തൃഭയം ഇഷ്ടപ്പെടാതെ എന്റെ ഉപദേശത്തിന് വഴങ്ങാതെ എന്റെ ശാസനയെല്ലാം അവഗണിക്കുകയും ചെയ്തതിനാൽ അവർ സ്വന്തം സരണയുടെ ഫലം ഭക്ഷിക്കും, സ്വന്തം തന്ത്രങ്ങളിൽ നിന്ന് മടുപ്പനുഭവിക്കും. എന്റെ ഉപദേശത്തിന് വഴങ്ങാതെ എന്റെ ശാസനയെല്ലാം അവഗണിക്കുകയും ചെയ്തതിനാൽ അവർ സ്വന്തം സരണയുടെ ഫലം ഭക്ഷിക്കും, സ്വന്തം തന്ത്രങ്ങളിൽ നിന്ന് മടുപ്പനുഭവിക്കും. എന്തെന്നാൽ സരളരുടെ പിന്തിരിയലാണ് അവരെ കൊല്ലുന്നത്, ഭോഷരുടെ അലംഭാവം അവരെ തന്നെ നശിപ്പിക്കും. എന്നാൽ എന്നെ ശ്രവിക്കുന്നവൻ സുരക്ഷിതനായി വസിക്കും, അവൻ വിനാശഭീതിയിൽ നിന്ന് സ്വസ്ഥനായിരിക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു? അവൻ മറുപടി പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ ന്യായീകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു,
ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറുക്കോയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. എന്നാൽ അവൻ തന്നെ തന്നെ ന്യായീകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ ഇറങ്ങി വരാൻ ഇടയായി. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും മറുവശത്തുകൂടെ കടന്നുപോയി. എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. അവനെ കണ്ട് അനുകമ്പ തോന്നി അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ മൃഗത്തിന്റെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ പരിചരിച്ചു കൊള്ളണം. കൂടുതൽ എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട അവന്, ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തീർന്നതെന്നാണ് നീ വിചാരിക്കുന്നത്? അവൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ. യേശു അവനോട് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ ഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ പാദത്തെങ്കൽ വചനം കേട്ടുകൊണ്ടിരുന്നു. മർത്തായാകട്ടെ ശുശ്രൂഷയിൽ വളരെയേറെ വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ അനേക കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. എന്നാൽ ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.